ഈ പ്രാവശ്യത്തെ കേരളോത്സവം കോതമംഗലത്ത് വെച്ചാണ് നടക്കുന്നത്. കോതമംഗലത്തെ തദ്ദേശ സ്വയംഭരണ സ്ഥാപനങ്ങളുടെ നേതൃത്വത്തിലാണ് സാംസ്കാരിക ഘോഷ ഉദ്ഘാടനത്തോടനുബന്ധിച്ച് കോതമംഗലത്തെ 10 പഞ്ചായത്തുകളുടെയും നേതൃത്വത്തിലാണ്, മുനിസിപ്പാലിറ്റികളുടെയും നേതൃത്വത്തിലാണ് സാംസ്കാരിക ഘോഷയാത്ര നടന്നത്. ആ സാംസ്കാരിക ഘോഷയാത്രയിൽ ഞങ്ങളുടെ പഞ്ചായത്തിൽ, നെല്ലിക്കുഴി പഞ്ചായത്തിനകത്ത് ഞങ്ങൾ 1000-ഓളം ആളുകൾ പങ്കെടുത്തു. സ്ത്രീകളും കുട്ടികളടക്കം 1000-ഓളം ആളുകൾ പങ്കെടുത്തു. അപ്പോൾ അതിനകത്ത് ഞങ്ങൾ ഈ സമൂഹത്തിലുള്ള 6 വിഷയങ്ങളെക്കുറിച്ച്, മാലിന്യ സംസ്കരണവുമായി ബന്ധപ്പെട്ടുകൊണ്ടും മതനിരപേക്ഷതയുമായി ബന്ധപ്പെട്ടുകൊണ്ടും അതുപോലെ മതസൗഹാർദ്ദമായി ബന്ധപ്പെട്ട് അതുപോലെ തന്നെ ഇന്നത്തെ ലഹരിക്കെതിരായിട്ട് 2 ഫ്ലോട്ടുകൾ, അങ്ങനെ അതുപോലെ ശൈശവ വിവാഹത്തിൽ, അങ്ങനെ ഒരു 6 ഫ്ലോട്ടുകൾ ഞങ്ങൾ അവതരിപ്പിച്ചു. അത് വളരെ സതുദ്ദേശത്തോടെ തന്നെ ഞങ്ങൾ ചെയ്തു. അത് ഞങ്ങൾ വേറൊരു പ്രത്യേക ഒരു ആംഗിളിലോ അല്ലെങ്കിൽ ഒരു ചില ഫോക്കസ് ചെയ്തുകൊണ്ടോ അല്ലെങ്കിൽ ഒരു വിഭാഗത്തെ ഫോക്കസ് ചെയ്തൊന്നും ചെയ്തതല്ല. ഒരു സതുദ്ദേശത്തോടെ തന്നെ ഒരു വലിയൊരു ഉത്സവം നമ്മുടെ നാടിനകത്ത്, നമ്മുടെ കോതമംഗലത്ത് ആദ്യമായിട്ട് ഇത്തരത്തിലൊരു വലിയൊരു ആഘോഷം വന്നപ്പോൾ ഞങ്ങളുടെ നാടൊന്നാകെ അതിനടുത്ത് പങ്കുചേർന്നപ്പോൾ ഞങ്ങളൊരു സതുദ്ദേശത്തോടെ ഒരു ഫ്ലോട്ടുകൾ ചെയ്തെന്ന് മാത്രം. അതിന് ആരെങ്കിലും ഏതെങ്കിലും അർത്ഥത്തിൽ ഒരു ബുദ്ധിമുട്ടോ ഒരു വിഷമോ ഉണ്ടായിട്ടുണ്ടെങ്കിൽ പഞ്ചായത്ത് അതിനകത്ത് ഖേദം പ്രകടിപ്പിക്കുകയാണ്. അല്ലാതെ ഇതിനകത്ത് വേറെ ഒരു അർത്ഥവും മാനങ്ങളൊന്നും കൊടുക്കേണ്ടതില്ല. കാരണം ഞങ്ങൾ അതിനകത്ത് ഒരു ഉദ്ദേശത്തോടുകൂടി ചെയ്താൽ, സതുദ്ദേശമാണ് ആ കാര്യത്തിൽ ഉണ്ടായിട്ടുള്ളത്. പോലീസിലൊരു കംപ്ലൈൻറ്റ് പോയി, അതുവന്ന് ഞങ്ങൾ അതനുസരിച്ച് വിശദീകരണം കൊടുക്കാൻ കഴിയും. അതിനകത്ത് ഒരു പ്രധാനപ്പെട്ട ഒരു കാര്യം, ഇത്തരം സാധനങ്ങൾ വരുമ്പോഴും നേരത്തെ ഒരു സ്ക്രൂട്ടിനി ചെയ്യുക എന്നുള്ള, അത് അങ്ങനെ ഒരു കാര്യം ഞങ്ങൾക്ക് അതിനകത്ത് വലിയ തോന്നില്ല. ഞങ്ങൾ പ്രത്യേകിച്ച് അതിനകത്ത് ഞാൻ പറഞ്ഞില്ലേ, ആദ്യത്തെ പറഞ്ഞ പോലെ തന്നെ ഞങ്ങളതൊരു ഫോക്കസ് ചെയ്തൊരു സംവിധാനവും ചെയ്തതൊന്നുമല്ല. ഇപ്പോൾ മാലിന്യ സംസ്കരണം, നമ്മളിപ്പോൾ കേരളം കഴിഞ്ഞ ആഴ്ചയിൽ സമ്പൂർണ്ണ മാലിന്യമുക്തമായി, ഞങ്ങളുടെ പഞ്ചായത്ത് മാലിന്യമുക്തമായി. അതുദ്ദേശിച്ചുകൊണ്ട് ഞങ്ങളൊരു മാലിന്യമുക്തത്തിൻ്റെ ഒരു ഫ്ലോട്ട് ചെയ്തു. ഇന്ന് കേരളം അനുഭവിക്കുന്നത്, ഇന്ത്യക്കകത്ത് അനുഭവിക്കുന്ന ഏറ്റവും വലിയ യുവാക്കളടക്കം അനുഭവിക്കുന്ന ഏറ്റവും വലിയ കൃഷിയാണ് ലഹരിക്കെതിരായിട്ട് 2 ഫ്ലോട്ട് ഉണ്ടായിരുന്നു. അപ്പോൾ അതുപോലെ മതനിരപേക്ഷത ഉയർത്തിപ്പിടിച്ചുകൊണ്ട് ഒരു മതസൗഹാർദ്ദ കൂട്ടായ്മ, അതിൻ്റെ ഒരു ഫ്ലോട്ട് ഉണ്ടായിരുന്നു. അങ്ങനെ നോക്കുമ്പോൾ നമ്മളിപ്പോൾ അത് നമ്മൾ അങ്ങനെ ഒരു വന്നില്ല, അത്രേ ഉള്ളൂ. അല്ലാതെ നിങ്ങൾ പറയും പോലെ അല്ലെങ്കിൽ ഇപ്പോൾ ആളുകൾ ഇപ്പോൾ ഇന്നലെ രാത്രി പോലാണ് നമ്മുടെ ശ്രദ്ധയിൽ വന്നത്. അപ്പോൾ അങ്ങനെ ഒരു ഇതിലേക്ക് നമ്മൾ ശ്രദ്ധിച്ചില്ല. ആ ഒരു രീതിയിലേക്ക് സമൂഹം മാറരുത്, അല്ലെങ്കിൽ ഒരു വിഭാഗവും മാറരുത്. നമ്മുടെ നാട് ഒരു മതനിരപേക്ഷത നാടാണ്, എല്ലാവരും ചേർത്ത് പിടിക്കുന്ന നാടാണ്. ഞങ്ങളുടെ നാടാണെങ്കിൽ നെല്ലിക്കുഴി എല്ലാ വിഭാഗം ജനങ്ങളും വളരെ സൗഹാർദ്ദത്തോടെ താമസിക്കുന്ന നാടാണ്. അതിനകത്ത് ഇതുപോലുള്ള കാര്യങ്ങൾക്ക് അർത്ഥങ്ങളും മാനങ്ങളും കൊടുത്തുകൊണ്ട് ആരെയും വേർതിരിപ്പിക്കരുത്. അങ്ങനെ ആരെങ്കിലും വിഷമം ഉണ്ടായിട്ടുണ്ടെങ്കിൽ പഞ്ചായത്ത് നിർവാഹി ഖേദം.